മാലാഖമാർ അള്ളാഹ്ക്ക് 24 മണിക്കൂറും ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മലക്കുകൾ അല്ലാഹു തആലയോട് ചോദിച്ചില്ലേ, എന്തിനാണ് ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോണത്? അല്ലാഹു തമ്മിലടിക്കുന്നവന്മാരും കലഹം ഉണ്ടാക്കുന്നവന്മാരും പിന്നെ പനാടയും പിത്തനാടയും ആളുകളും പ്രശ്നക്കാരും ഒക്കെയാണ്. ഇവരെ എന്തിനാണ് നീ സൃഷ്ടിക്കുന്നത്? പടച്ചവനെ, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യാനുണ്ടല്ലോ, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്തോളാം, നീ എന്തിനാണ് അവരെയൊക്കെ സൃഷ്ടിക്കുന്നത്? അള്ളാഹ് ചോദിച്ചു. അള്ളാഹയോട് മലക്കുകൾ ചോദിച്ചു. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ ഞങ്ങൾ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നുണ്ട്, നിന്നെ പ്രകീർത്തിക്കുന്നുണ്ട്, നിന്നെ സ്തുതിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ 24 മണിക്കൂർ നിനക്ക് വേണ്ടി സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തെ നീ സൃഷ്ടിക്കുന്നത് അല്ലാ എന്ന് മലക്കൾ ചോദിച്ചു. എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയില്ല മലക്കളെ, അതുകൊണ്ട് ഞാൻ അവരെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞു, എനിക്കറിയാവുന്ന പല സത്യങ്ങളും നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ സൃഷ്ടികളാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഞാൻ ഭൂമിയിൽ കുറെ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. മനുഷ്യവർഗത്തെ അല്ലാഹു തആല സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, വലഖദ് കറംനാ ബനീ ആദം, മാനവരാശിയെ ലോകത്തെ സൃഷ്ടിച്ചിട്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു, ഈ ആദമിന്റെ മക്കളെ നാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. നമ്മളെയൊക്കെ അല്ല ബഹുമാനിക്കുന്നു. അപ്പൊ നമുക്കല്ലേ ബഹുമാനമില്ലാത്തത്? ലോകത്തെ സൃഷ്ടിച്ച റബ്ബ്, ജഗന്യന്താവായ തമ്പുരാൻ, ലോകത്തിന്റെ അധിപരാശക്തി അജയ്യനായ പടച്ച തമ്പുരാൻ നമ്മളെ ബഹുമാനിക്കുന്നു എന്ന് അല്ലാഹ് പറയുന്നു. നമുക്ക് ദീനിന്റെ ഇൽമിനോട് ബഹുമാനമില്ല, സദസ്സിനോട് ബഹുമാനമില്ല, ദീനിനോട് ബഹുമാനമില്ല. ഉമ്മത്തിനെ തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു കാലഘട്ടം. അല്ലാഹു തആല പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മനസ്സിലാക്കി? കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഖുർആനിന്റെ ആശയമാണ് ഈ പറയുന്നത്. ഞാൻ ആദമിന്റെ മക്കളെ ബഹുമാനിക്കുന്നു, മനുഷ്യവംശത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അല്ലാഹു തആല പറയുകയാണ്, വലഖദ് കറംനാ ബനീ ആദം وحملناهم في البر والبحر ورزقناهم من الطيبات. അവർക്ക് കരയിലും കടലിലും ജീവിക്കാനുള്ള സകലമാന സൗകര്യങ്ങളും നാം ചെയ്തു കൊടുത്തു. അവരെ കരയിലൂടെ നാം സഞ്ചരിപ്പിക്കുന്നു, കടലിലൂടെ നാം സഞ്ചരിപ്പിക്കുന്നു. അല്ലാഹു ചെയ്ത ഔദാര്യമാണിത്. അല്ലാഹു ചെയ്ത ഔദാര്യമാണ്. അല്ലാഹു നമ്മൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇഖ്ലാസ് തരട്ടെ, ഈമാൻ തഖ്വ തരട്ടെ. നമുക്കിവിടെ വലിയ സ്ഥാനവും മാനവും അഭിമാനവും അന്തസ്സും നമുക്ക് ആവശ്യമില്ല. അള്ളാന്റെ അടുക്കൽ നമുക്ക് അന്തസ്സ് കിട്ടണം. അതിന് അല്ലാഹ് എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. അള്ളാന്റെ അടുക്കൽ മാന്യൻ, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യൻ, അള്ളാഹുവിന്റെ അടുക്കൽ മഹോന്നതൻ, അള്ളാന്റെ അടുക്കൽ ഉന്നതൻ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനത്രേ. പടച്ചവനെ, എനിക്കിവിടെ കോടികളുണ്ടായിരുന്നു, ഞാൻ ഇവിടുത്തെ കോൺട്രാക്ടർ ആയിരുന്നു, ഞാൻ ഈ പോര് വഴി മൊത്തം സ്വന്തമാക്കിയവനായിരുന്നു, ഈ ഭരണിക്കാവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ കയ്യിലായിരുന്നു അല്ലാഹുവേ എന്നൊന്നും പറഞ്ഞിട്ട് അല്ലാഹ് കട മാറി നില്ലടാന്ന് പറയും. മാറണം. ഞാൻ ഇന്ന കോടീശ്വരനാണ്, ഞാൻ ഇന്ന ജില്ല മൊത്തം എന്റെ കൈകളിലായിരുന്നു, എനിക്ക് ഇത്രത്തോളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ കോടികളിൽ ടാക്സ് തന്നെ അടയ്ക്കുന്നുണ്ടായിരുന്നു അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ അടുക്കൽ ഒരു പുല്ല് വില പോലും അവർക്കില്ല. പടച്ചവന്റെ അടുക്കൽ സാധാരണ കോളനിയിൽ കിടക്കുന്ന, ലക്ഷം വീട് കോളനിയിൽ കിടക്കുന്ന കേവലം ചെറ്റ വെച്ച് അതല്ലെങ്കിൽ ഒരു ടാർപ്പ വലിച്ചു കെട്ടി അതിനകത്ത് ഒതുങ്ങിക്കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച സാധാരണക്കാരനായ ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ മരിച്ച് റബ്ബിന്റെ ദർബാറിലേക്ക് പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഈ പാവപ്പെട്ട ഈ സഹോദരനായിരിക്കും മാന്യൻ. നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ പത്രാസിൽ താമസിച്ച കണ്ടു കഴിഞ്ഞാൽ 10 പേര് ആൾക്കാർ കൂടും, ഇവരൊക്കെ ആയിരിക്കും വലിയ അള്ളാന്റെ അടുക്കൽ വലിയ രക്ഷയെന്ന് നമ്മൾ ധരിക്കും. പക്ഷെ മൂപ്പിലാൻ അള്ളാഹ് തീരുമാനിക്കുന്ന വിഷയം വേറെയാണ്.
അത് അല്ലാഹു തന്നെ പറയുന്ന കാര്യമാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ മാന്യനും ഏറ്റവും വലിയ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിയവനും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനും അത്ഖാകും, അവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടവനത്രേ. അല്ലാഹയെ പേടിച്ചവനാരോ അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം. അതിനാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ചുകൂടി അല്ലാഹയെ പേടിക്കാൻ. നമുക്കിവിടെ ഗ്രൂപ്പും ഇല്ല, നമുക്കാരെയും പഴിയാറണ്ട, നമുക്കാരെയും കളിയാക്കണ്ട, നമുക്കാരെയും ആക്ഷേപിക്കണ്ട, നമുക്കാരെയും അധിക്ഷേപിക്കണ്ട. നിങ്ങളും ഞാനും അല്ലാഹയെ പേടിച്ച് ജീവിക്കണം മരിക്കുന്നത് വരെ. അതാണ് എൻ്റെ നിങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം അതല്ലേ? അല്ല വേറെ നമുക്ക് ലക്ഷ്യമൊന്നുമില്ല. ഇവിടെ ഒരു ലക്ഷ്യവും ഇല്ല, ഒരു ലക്ഷ്യവുമില്ല. നമ്മൾ ആരെ ഇടങ്ങാറുണ്ടാക്കാനോ ഒരു സമൂഹത്തെ ചീത്ത വിളിക്കാനോ ഒരാളെ കളിയാക്കാനോ ഒരാളെ പരിഹസിക്കാനോ ഒന്നിനുമല്ല വരുന്നത്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്, അതൊന്ന് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ നിങ്ങളുടെയും ചിന്ത. ഇതല്ലാതെ ഒരു ചിന്ത പോലും എനിക്കില്ല. അത് അല്ലാഹു എൻ്റെ ഹൃദയം അറിയുന്നവനാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ആളായിട്ട് നിങ്ങൾ എന്നെ അറിയപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സംഘടനകൾ നിങ്ങൾ ചോദിച്ചു നോക്കുക, ആ അബൂബക്കർ മുസ്ലിയാർ അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന്. ഏത് സംഘടനകൾ നിങ്ങൾ തിരക്കി നോക്കിക്കോളി, ഒരു സംഘടനയെ പോലും ഇല്ല. നമ്മുടെ സംഘടന ഇസ്ലാമിക സംഘടന, അതിനേക്കാൾ വലിയൊരു സംഘടന ലോകത്തില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. കാരണം എന്താ? ഇസ്ലാം എല്ലാ ഐക്യവും പഠിപ്പിച്ചു കൊടുക്കുന്നു. ബാക്കിയുള്ള സംഘടനകളിൽ ഐക്യമില്ല. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും പള്ളിയിൽ കയറുന്നു. ബാങ്ക് വിളിക്കുമ്പോൾ അല്ലേ, അവിടെ വ്യത്യാസമുണ്ടോ? നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എല്ലാവരും ഒരേപോലെ ഒന്നുമെടുക്കുന്നു, അവിടെ വ്യത്യാസമില്ല. ഒരേ ഇമാമിനെ പിൻപറ്റുന്നു, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ അവിടെ വ്യത്യാസമില്ല. ഖിബ്ലയെ അഭിമുഖീകരിക്കുന്നു, അവിടെയും വ്യത്യാസമില്ല. നമസ്കാരത്തിന്റെ റക്അത്തുകളിൽ എണ്ണങ്ങളിൽ അവിടെയും വ്യത്യാസമില്ല. ഫാത്തിഹ സൂറത്ത് ഓതുന്നു, അവിടെയും വ്യത്യാസമില്ല. ഈ ഗ്രൂപ്പാണ് ഇസ്ലാമിന്റെ ഗ്രൂപ്പ്. ഇതിന് അല്ലാഹു ഇട്ട പേരാണ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം. നിങ്ങളുടെ ഇബ്രാഹിമായ നിങ്ങളുടെ പിതാവിന്റെ മതമാണിത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊള്ളണം. ഹുവ സമ്മാക്കും മുസ്ലിമീൻ. അല്ലാഹു നിങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നു മുസ്ലിമീൻ എന്ന പേര്. അതുകൊണ്ടാണ് നിങ്ങൾ കൈകെട്ടിയിട്ട് ഈ നമസ്കാരത്തിൽ ഈ മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു ഉത്തരവാദിത്വത്തെ നിങ്ങൾ എപ്പോഴും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൽ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. ബാക്കി വാന മിനൽ മുശ്രികീന വാന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണെന്ന് റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് എല്ലാ ദിവസവും 5 പ്രാവശ്യം നമ്മുടെ ഈമാനിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാനമിനൽ മുസ്ലിമീൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ ഇസ്ലാമിൽ നീ ഉൾപ്പെട്ടാൽ നീ രക്ഷപ്പെടും. ഈ ഇസ്ലാം അല്ലാതെ വേറെ ഏതിൽ നീ ഉൾപ്പെടുന്നു നീ രക്ഷപ്പെടുകയില്ല. ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴികളിലൂടെ അല്ലാതെ വേറൊരു ആദർശത്തെ നീ അംഗീകരിക്കാൻ തയ്യാറായാൽ അല്ലാഹു അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും സ്വീകരിക്കുകയില്ല. അവൻ നാളെ പരലോകത്ത് പരാജിതനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അടിവരയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഖുർആൻ. അതുകൊണ്ടാണ് വാനമിനൽ മുസ്ലിം. എല്ലാ ഗ്രൂപ്പുകാരും ഉള്ള സംഘടനയാണ് ഇസ്ലാം. അതിൽ നമുക്ക് ഉൾപ്പെടാം. അതാണ് നമ്മുടെ സംഘടന. എന്താ ശരിയല്ലേ? മരിക്കുമ്പോഴും എല്ലാവരും ഒരേ ആദർശം അനുസരിച്ച് വന്ന് പൊക്കിയെടുത്ത് കുളിപ്പിച്ച് കൊണ്ടുപോയി ഖബറിനകത്ത് അടക്കി റാഹത്തായിട്ട് ദുആ ചെയ്ത് ഖൈറായിട്ട് സലാം പറഞ്ഞ് പിരിഞ്ഞു വരും. അതാണ് നമ്മുടെ സംഘടന. അതിൽ നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ അവർക്ക് പറയുന്ന പേരാണ് കപട വിശ്വാസികളും കപടന്മാരും മുനാഫിക്കീങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നബി തങ്ങളോടൊപ്പം ഒപ്പം നമസ്കരിക്കുമായിരുന്നു. ഒന്നാമത്തെ സഫിൽ തന്നെ നമസ്കരിക്കുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി കൊഞ്ഞണം കുത്തും നബിയെ. ഇവരുടെ പേരാണ് മുനാഫിഖീങ്ങൾ, കപടന്മാർ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ الله إلا قليلا.
ഇസ്ലാമിന്റെ വേഷവും ധരിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശത്തിന്റെ അടിമകളാണെന്ന് വാദിച്ചുകൊണ്ട് പള്ളികളിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം നൽകുകയും അതിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമുണ്ടാകും. ഇവർ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ്. അല്ലാഹു ഇവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവർ നമസ്കാരത്തിലേക്ക് കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ ഖാമൂ കുസാലാ, അലസതയോടെ അലംഭാവത്തോടെ അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ എങ്ങോട്ടോ തിരിച്ചുകൊണ്ടവർ നമസ്കരിക്കുന്നു. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അല്ലാഹുവിനെ വളരെ തുച്ഛമായിട്ടല്ലാതെ സ്മരിക്കാറില്ല. പടച്ച തമ്പുരാനെ ഓർക്കുന്ന വിഷയത്തിൽ അവർക്ക് അലംഭാവമാണ്, അലസതയാണ്. ആ വിഷയത്തിൽ അവർക്ക് വലിയ താല്പര്യമില്ല. ആരെയോ കാണിക്കുന്നതിന് വേണ്ടി, ആരുടെയോ പ്രോത്സാഹനത്തിന്റെ പേരിൽ, ആരെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ആരുടെയോ ഒക്കെ കൂട്ടത്തിൽ വല്ലപ്പോഴും പോയി പള്ളിയിലൊന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകും. അതല്ലാതെ കണ്ട് അവർക്ക് നമസ്കാരവും അല്ലാഹുവുമായി